ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഒരു പുതിയ കൺസെപ്റ്റ്, ദാറ്റ് ഈസ് ഫൈനലി നമ്മളിപ്പോൾ മോൾ കൺസെപ്റ്റിലേക്ക് എത്തുകയാണ്. നമ്മൾ കുറച്ചൊക്കെ ക്ലാസ് ഡിസ്കസ് ചെയ്തിരുന്നു, എങ്കിലും വൺസ് അഗെയിൻ ലെറ്റ് us ജസ്റ്റ് ലേൺ. മോൾ എന്ന് വെച്ചാൽ എന്ത്? വാട്ട് ഈസ് മെൻ ബൈ മോൾ? മോൾ ഈസ് എ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. ഞാൻ എക്സാക്ട് ഡെഫിനേഷൻ ഒന്നും അല്ല പറയണത്, ഡെഫിനേഷനൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിച്ചോളൂ. പക്ഷെ നമുക്ക് ജസ്റ്റ് അറിയണം മോൾ എന്ന് വെച്ചാൽ യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആണ്. ഇപ്പം നമ്മൾ ലെങ്ത്തിന് മീറ്റർ എന്ന് പറയുന്നു, മാസിന് കിലോഗ്രാം എന്ന് പറയുന്നു. കെമിസ്ട്രിയിൽ മാസിന് വെയിറ്റ് ഒന്നും പറയും കേട്ടോ. വെയിറ്റ് എന്ന് കണ്ടാലും മാസ് തന്നെയാണ്, ബിക്കോസ് ഇത് ഫിസിക്സ് അല്ല. കെമിസ്ട്രിയിൽ നമ്മൾ ഇൻ്റർചേഞ്ച് ആയിട്ട് യൂസ് ചെയ്യും മാസും വെയിറ്റും. ഓക്കെ, പിന്നെ വോള്യൂമിനെ നമ്മൾ ലിറ്ററിൽ മെഷർ ചെയ്യും. അപ്പോൾ ദീസ് ആർ ഓൾ യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ്. ഓക്കെ, അതുപോലെ മോളും ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആണ്. എന്തിൻ്റെ യൂണിറ്റ് ആണ് ഇത്? ഇതൊരു കൗണ്ടിങ് യൂണിറ്റ് ആണ്. മോൾ ഈസ് എ കൗണ്ടിങ് നമ്പർ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതൊക്കെ നമ്മൾ പറയും എനിക്ക് 1 ഡസൻ മുട്ട വേണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് 12 മുട്ടയാണ് കിട്ടാൻ പോകുന്നത്. അഥവാ 1 ഡസൻ പഴം തരാൻ പറഞ്ഞാൽ 12 പഴം കിട്ടും. അല്ലെങ്കിൽ 1 ഡസൻ ഓറഞ്ച് തരാൻ പറഞ്ഞാൽ 12 ഓറഞ്ച് കിട്ടും. അഥവാ 1/2 ഡസൻ എന്ന് വെച്ചാൽ 0.5 ആവുമ്പോൾ 12.5 ആവും 6. 6 പഴമോ അല്ലെങ്കിൽ 6 ഓറഞ്ചുകളോ അല്ലെങ്കിൽ 6 മുട്ടയോ എന്തെങ്കിലും കിട്ടും. അപ്പോൾ ഡസൻ എന്ന് പറയുമ്പോൾ അതൊരു യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആണ്. അത് ഡസൻ എന്ന് നമ്മൾ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ വലിയ വലിയ സാധനങ്ങളാണ്. ഒരു ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ വലിയ സാധനമാണ്. പക്ഷേ ആറ്റം ഒക്കെ വരുമ്പോൾ തീരെ ചെറുതാണ്. കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റില്ല. അപ്പോൾ അത്രയും ചെറിയ യൂണിറ്റ് 12 ആറ്റം എന്നൊന്നും പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ല. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൗണ്ടിങ് മെഷർ യൂണിറ്റ് ആണ് മോൾ. അപ്പോൾ മോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ഫോർ കൗണ്ടിങ് കെമിക്കൽ സ്പീഷീസ് ലൈക്ക് molecules, atoms, ions, electrons. അപ്പോൾ നമ്മൾ 1 ഡസൻ ഇലക്ട്രോൺ എന്നൊന്നും പറയില്ല. നമ്മൾ പറയുമ്പോൾ 1 മോൾ ഇലക്ട്രോൺ എന്ന് പറയാം. 1 മോൾ ഇലക്ട്രോൺ. ഓക്കെ, ഈ 1 മോളിന് വേണ്ടി വേറൊരു ടേംസ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് ഗ്രാം അറ്റോമിക് മാസ് എന്നാണ്. ഇപ്പോൾ 1 ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 1 മോൾ തന്നെയാണ്. ഓക്കെ, സോ 1 GAM മീൻസ് 1 മോൾ. അതുപോലെ പണ്ട് കാലങ്ങളിൽ ഗ്രാം ആറ്റം എന്ന് മാത്രം പറയുന്നു. ഗ്രാം ആറ്റം എന്ന് പറഞ്ഞാലും 1 മോളാണ്. ഓക്കെ, ആൻഡ് 1 മോൾ എന്ന് വെച്ചാൽ എത്രയാണ്? ഇപ്പോൾ 1 ഡസൻ എന്ന് പറഞ്ഞാൽ 12 ആണ് നമുക്കറിയാം. അതുപോലെ 1 മോൾ എന്ന് വെച്ചാൽ 6.022 into 10⁻23. 6.022 into 10⁻23. ഇതൊരു വലിയ നമ്പറാണ്, ഓർത്ത് വെച്ചോളൂ. കാരണം ഇത് ഇത്രയാവും 6022. അതിൻ്റെ മുന്നിൽ 20 സീറോ വരും, 20 സീറോ. അപ്പം നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക അത് എന്തുമാത്രം മോളിക്യൂൾസ് ആയിരിക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ് ഫോർ കൗണ്ടിങ് കെമിക്കൽ സ്പീഷീസ്. അപ്പം ഞാൻ പറയാണ് 1 മോൾ മോളിക്യൂൾ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ അറിയണം അത് 6.022 into 10⁻23 മോളിക്യൂൾസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഞാൻ പറയുന്നത് ഐ ഹാവ് 1 മോൾ ആറ്റം. അപ്പോൾ ഐ ഹാവ് 6.022 into 10⁻23 ആറ്റം. ഇതിന് നമ്മൾ വേറൊരു ടേം യൂസ് ചെയ്യും. ഇതിന് നമുക്ക് ഈ 6.022 into 10⁻23ക്ക് നമുക്ക് അവോഗാഡ്രോ നമ്പർ എന്നും പറയാം. സോ ഞാൻ എൻ്റെ അടുത്ത് ഒരു അവോഗാഡ്രോ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞാൽ 6.022 into 10⁻23. അതിന് നമ്മൾ ക്യാപിറ്റൽ N ആയിട്ട് റിപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അവോഗാഡ്രോ നമ്പർ. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. മോൾ ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആണ്. ഇറ്റ് ഈസ് എ കൗണ്ടിങ് നമ്പർ. കൗണ്ട് ചെയ്യണം നമ്മൾ അതിനെ കൊണ്ട്. 6.022 into 10⁻23 അതാണ് അവോഗാഡ്രോ നമ്പർ ഓർ 1 മോൾ. ഇത്രയും മോളിക്യൂൾസോ ഇത്രയും ആറ്റംസോ ഇത്രയും അയംസ് എന്തും ഉണ്ടാവും. വേറൊരു വേർഡ് ഇതിന് യൂസ് ചെയ്യാൻ ഗ്രാം അറ്റോമിക് മാസ്. ഇപ്പോൾ 1 ഗ്രാം അറ്റോമിക് മാസ് എന്ന് ഉദ്ദേശിക്കുന്നത് 1 മോളാണ്. അതുപോലെ ഗ്രാം ആറ്റം നമുക്ക് 1 മോൾ അഥവാ അവോഗാഡ്രോ നമ്പറിനെ യൂസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് 1 മോൾ. ഇനി നമുക്ക് അതിൽ ബേസ്ഡ് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് number of molecules in A 2 moles of H2SO4, B 3.5 mole of NaCl, C 0.5 mole
ഓഫ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കൗണ്ട് ചെയ്യണ്ടോ. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ യൂസ് ചെയ്യാം. ഇത് നിങ്ങളുടെ മാത്തമാറ്റിക്കൽ സ്കില്ല് പോലെ ഇരിക്കും. ഇപ്പോൾ നമുക്കറിയാം 1 മോൾ എന്ന് വെച്ചാൽ 6. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ വേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, മോൾസ് മോളിക്യൂൾസ്. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്ത് അതനുസരിച്ച് വേണം എഴുതാൻ കേട്ടോ. അപ്പോൾ എനിക്ക് മോളിക്യൂൾസ് ആണ് വേണ്ടത്, തന്നിരിക്കുന്നത് മോൾസ് ആണ്. അപ്പോൾ അതനുസരിച്ച് വേണം ഞാൻ എഴുതാൻ, മോൾസ് മോളിക്യൂൾസ്. അപ്പോൾ എനിക്കറിയാം 1 മോൾ ആകുമ്പോൾ മോളിക്യൂൾ എത്രയാണ്, ഇതെനിക്കറിയാം. 6.022 ഇൻറ്റു 10⁻23. ഇതെനിക്കറിയാം. 1 മോൾ എന്ന് വെച്ചാൽ 6.022 10⁻23. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്രയാണ്, 2 മോൾ. അപ്പം നമുക്ക് 2 മോൾ എന്ന് എഴുതുമ്പോൾ ഇതിൻ്റെ മുന്നിൽ എക്സ് എന്നിടാം. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെരി ഗുഡ്. പക്ഷെ അഥവാ നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ ഇതിൻ്റെ മുന്നിൽ എക്സ് ഇടാം. ഇന്നലെയും പറഞ്ഞല്ലോ, ഇങ്ങനെ ക്രോസ് ചെയ്യുക, എന്നിട്ട് എക്സിൻ്റെ കൂടെ വരുന്നത് താഴെ ഡിനോമിനേറ്ററിൽ പോകും. അപ്പോൾ നമ്മളിങ്ങനെ എഴുതും, എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 അപ്പോൺ 1. എക്സിൻ്റെ കൂടെ ഉള്ളത് താഴെ വരും. 1 ആകുമ്പോൾ നമുക്കൊന്നും കാൽക്കുലേറ്റ് ചെയ്യാനില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ 2 ഇൻറ്റു ഈ മൾട്ടിപ്ലിക്കേഷൻ ഒരു തവണ ഞാൻ കാണിച്ചു തരാം, കാരണം കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ തന്നപ്പോൾ പലരും തെറ്റിച്ചിരുന്നു. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതി, 2 2s are 4, 2 2s are 4, 2 6 are 12. ഇപ്പോൾ നമുക്ക് ഡെസിമലിന് ശേഷം എത്ര നമ്പർ ഉണ്ട്, 1 2 3. അപ്പം നിങ്ങൾ 3 തന്നെ പാടുള്ളൂ ആൻസറിലും, 1 2 3. അപ്പം നിങ്ങളുടെ ആൻസറാണ് 12.044. ഓക്കെ, ഇത്ര ഇൻറ്റു 10⁻23. ഇത് ബാക്കിയുണ്ട് മോളിക്യൂൾസ്. ഇതാണ് ആൻസർ. ഇതിപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഡയറക്റ്റ് എഴുതാം. 6.02 ഡബിൾ ആണ് 12.044 ഇൻറ്റു 10⁻23. കഴിഞ്ഞ തവണ ചിലർ ആൻസറിൽ 1.20 എന്നൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ ഈ ഡെസിമലിൻ്റെ കാര്യത്തിൽ കുറച്ച് കെയർഫുൾ ആവുക. ഡെസിമലിന് ശേഷം ക്വസ്റ്റ്യനിൽ 3 ആണെങ്കിൽ ആൻസറിൽ 3 പാടുള്ളൂ. അഥവാ നിങ്ങൾ 1.2 എന്ന് എഴുതുകയാണെങ്കിൽ ഈ 10⁻23നെ 10⁻24 ആക്കണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. 3.5 വീണ്ടും മോൾസ് ആണ്, മോളിക്യൂൾസ് ആണ് കാണേണ്ടത്. അപ്പം മോൾസ് എഴുതുക, മോളിക്യൂൾസ്. മോൾസ് നമുക്ക് 1 മോൾ ആകുമ്പോൾ 6.022 ഇൻറ്റു 10⁻23. നമുക്കിത് അറിയണതാണ്, ഈ ഫാക്ടർ നമുക്ക് അറിയണതാണ്. ഇനി 3.5 ഇവിടെ എക്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ. അപ്പോൾ എന്താണ് വരിക, എക്സ് ഈസ് ഈക്വൽ ടു 3.5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 അപ്പോൺ 1. കാരണം എക്സിൻ്റെ മുന്നിലുള്ളത് താഴെയാണ് വരിക. ഓക്കെ, ഇത് ഞാൻ റബ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണില്ലെങ്കിൽ കുറച്ച് പോസ്റ്റ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. ഇനി നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് ചെയ്ത് നോക്കണം. 6.022 ഇൻറ്റു 3.5. അപ്പം ഞാൻ 5 കൊണ്ട് ആദ്യം ചെയ്യാം. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ചെയ്തോളൂ. 5 2s are 10, 1 carry, 5 2s are 10 plus 1 11, 1 carry, 5 0s are 0 plus 1, and then 5 6 are 30. പിന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 2s are 6, 3 2s are 6, 3 0s are 0, and 3 6 are 18. ഞാൻ ടോട്ടൽ ചെയ്യാം. 0 7 7 0 1, ആൻഡ് ഇവിടെ ഒരെണ്ണം ക്യാരി ആയപ്പോൾ 1 plus 1 2. എന്തിനാണ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഡെസിമലിൻ്റെ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാൻ. ഇവിടെ ഡെസിമലിന് ശേഷം 3 നമ്പർ ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസറിൽ 4 നമ്പർ വേണം ഡെസിമലിന് ശേഷം. അപ്പോൾ 1 2 3 4 ഇതാണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, സോ ആൻസർ ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 21.0770 into 10⁻23 molecules. ഈ ഡെസിമലിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിച്ചോളൂ.
ഇനി അഥവാ നിങ്ങൾ 2 പോയിന്റ് എന്ന് എഴുതണമെങ്കിൽ ഇവിടെ 10⁻24 ആക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നില്ല, നമുക്ക് 3.5 അല്ലേ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 6.022 പ്ലസ് 6.022 പ്ലസ് 6.022 ഇത് 3 ടൈംസ്, പിന്നെ 0.5 എന്ന് വെച്ചാൽ പകുതിയാണ്, അപ്പോൾ അതിൻ്റെ പകുതി 3.011. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 1357 1357 and then 0 and then 18 plus 3 21. അതേ ആൻസർ വരും. അപ്പോൾ 3.5 എന്ന് പറയുമ്പോൾ 3 മോൾസും പിന്നെ 3 മോൾസും പിന്നെ ഹാഫ് മോളും അത് ആഡ് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. യു ഫൈൻഡ് യുവർ ആൻസർ എനി വേ യു ലൈക്ക്, എനി വിച്ച് വേ. അതിനെ കൊണ്ടൊരു പ്രശ്നമില്ല, നമുക്ക് ആൻസർ മാത്രമേ ആവശ്യമുള്ളൂ ഇവിടെ. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് സോൾവ് ചെയ്തോളൂ. ഓക്കെ, KOHൻ്റെ നെക്സ്റ്റ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ്. ഇനി ഞാൻ മോളിക്യൂൾസ് എന്നിട്ട് നിങ്ങളോട് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് എന്നാണ് പറയാൻ പോകുന്നത്. കാൽക്കുലേറ്റ്, ഇന്ന് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും, കാരണം ഇനി നമുക്ക് ഒരുപാട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ ദ ഗിവൺ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇന്നല്ല, വിച്ച് ഈക്വൽ എന്നാണ് വേണ്ട. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് വിച്ച് ഈക്വൽ ദ ഗിവൺ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഞാൻ ആദ്യം തരുന്നത് 6.022 into 10⁻23 molecules of hydrogen sulfide. अथवा नेक्स्ट 3.011 into 10⁻23 molecules of AgCl silver chloride. Third, 12.044 into 10⁻23 molecules of oxygen. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമുക്ക് എന്താണ് വേണ്ടത്, എന്താണ് തന്നിരിക്കുന്നത്, ഇത് രണ്ടിൻ്റെയും നമുക്കൊരു ഇക്വേഷനാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട നമ്പർ ഓഫ് മോൾസ്, നമുക്ക് തന്നിരിക്കുന്നത് മോളിക്യൂൾസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വീണ്ടും അങ്ങനെ തന്നെ എഴുതാം, മോൾസ് മോളിക്യൂൾസ്. അപ്പോൾ ഒരു മോളാകുമ്പോൾ 6.022 into 10⁻23 ആണ്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് അത് തന്നെ തന്നിരിക്കുന്നത്. 6.022 into 10⁻23 molecule of H2S എത്ര മോളാവും? 1 mole. സോ ദ ആൻസർ ഈസ് 1 mole. പക്ഷെ നമ്മൾ മോൾ എന്ന ആൻസർ എഴുതുമ്പോൾ അതിൽ എഴുതേണ്ട ആവശ്യമില്ല, ബിക്കോസ് ആ യൂണിറ്റ് ആണ്, അതൊരു യൂണിറ്റ് ആണ്. ഞങ്ങൾ കിലോഗ്രാമിന് kg എന്ന് എഴുതുന്ന പോലെ മോളുടെ യൂണിറ്റ് എഴുതുമ്പോൾ MOL എന്ന് എഴുതേണ്ട ആവശ്യമുള്ളൂ. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ MOLES എന്ന് വരും. ഓക്കെ, മോൾ MOL. ഇനി നെക്സ്റ്റ് AgClൻ്റെ ആണ്. നമുക്ക് വീണ്ടും ഇക്വേഷൻ എഴുതാം. മോൾ മോളിക്യൂൾസ് 1 മോൾ നമുക്കറിയാം 6.022 into 10⁻23 ആണ്. 10⁻23 ഇവിടെ തന്നിരിക്കുന്ന 3.011 10⁻23 മോളിക്യൂൾസ്. അപ്പോൾ ഇത് മോളിക്യൂളിൻ്റെ താഴെ തന്നെ എഴുതണം. 3.011 into 10⁻23. നമ്പർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് പകുതിയാണ്. എങ്കിലും നമുക്ക് ജസ്റ്റ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ താഴെയുള്ള താഴെ വരും കേട്ടോ, എക്സിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ 3.011 into 10⁻23 upon 6.022 into 10⁻23. ഇത് രണ്ടും ക്യാൻസൽ ആണ്. 10⁻23 3.011 6.022 ഡബിൾ ആണ്. അപ്പോൾ 1 upon 2. അപ്പം നമുക്ക് ഹാഫ് മോൾ എന്ന് വേണം എഴുതാം, അല്ലെങ്കിൽ 0.5 മോൾ എന്ന് എഴുതാം. മനസ്സിലായോ? ഇതൊക്കെ നിങ്ങളുടെ ക്വിക്നെസ് പോലെ ഇരിക്കും. ഈ തേർഡ് നിങ്ങൾ കോപ്പി ചെയ്തോളൂ, ഇത് നിങ്ങൾക്ക് ഹോംവർക്കാണ്. ഓക്കെ, ഇനി നേരത്തെ പേപ്പറിൽ ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു, ഇതും നിങ്ങളുടെ ഹോംവർക്കാണ്.
ഇനി കുറച്ചും കൂടി മുന്നിലേക്ക് പോവാം. നമ്മൾ ചോദിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ് എന്നാണ്. ഇതെങ്ങനെ ഈ ക്വസ്റ്റ്യൻ വരാം? ഞാൻ സപ്പോസ് ഐ എം ടെല്ലിങ് യു ഫൈൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ്. Atoms in 2 moles of hydrogen, in 3 moles of ammonia, in 4 moles of carbon dioxide. അപ്പോൾ 2 moles of hydrogen. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് എന്താണ്? നമുക്കിവിടെ കാണേണ്ടത് ആറ്റമാണ്, മോളിക്യൂൾ അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് കാണേണ്ടത് ആറ്റമാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ ഒരു മോളിക്യൂൾ ഹൈഡ്രോജനിൽ, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നേരത്തെ വീഡിയോസിൽ, ഒരു മോളിക്യൂൾ ഹൈഡ്രോജനിൽ എത്ര ആറ്റം ഉണ്ട്? 1 molecule of hydrogen contains 2 atoms. ഇത് നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ എന്തൊക്കെ കാണണം? നമുക്ക് ആദ്യം എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് കാണണം, എന്നിട്ട് ആ മോളിക്യൂളിൽ എത്ര ആറ്റം ഉണ്ടെന്ന് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് 1 molecule of hydrogen contains 2 atoms. അപ്പം നമുക്കിവിടെ ചോദിക്കുന്നത് 2 moles of hydrogen. 2 moles of hydrogen എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മോളും മോളിക്യൂളും ഈക്വലൈസ് ചെയ്യാം. മോളിക്യൂൾ 1 മോളിൽ 6.022 × 10⁻23. അപ്പോൾ 2 മോളിൽ 2 × 6.022, അപ്പോൾ 12.044 × 10⁻23. അപ്പോൾ നമുക്ക് എത്ര മോളിക്യൂളാണെന്ന് മനസ്സിലായി. 2 മോൾ എന്ന് വെച്ചാൽ 12.044 × 10⁻23 മോളിക്യൂൾസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ആറ്റം ആണ് കാണേണ്ടത്. ആറ്റം കാണുമ്പോൾ നമുക്ക് മോളിക്യൂളും ആറ്റമിൻ്റെയും റിലേഷൻ എടുക്കണം. മോളിക്യൂൾ ആറ്റം. ഒരു മോളിക്യൂൾ ഹൈഡ്രോജനിൽ 2 ആറ്റം ഉണ്ട്. അപ്പോൾ 1 മോളിക്യൂൾ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. മോളിക്യൂളിൻ്റെ താഴെ 1 എഴുതിയാൽ മതി. 1 മോളിക്യൂൾ ഈസ് കറസ്പോണ്ടിങ് ടു 2 ആറ്റംസ്. അപ്പോൾ നമ്മുടെ അടുത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ട്? 12.044 × 10⁻23 മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ അത് എത്ര ആറ്റമായി? അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് x is equal to 2 × 12.044 × 10⁻23 upon 1. That means 24.088 × 10⁻23 atoms. മനസ്സിലാവുണ്ടല്ലോ? ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് എടുക്കാം 3 moles of ammonia. 3 moles of ammonia. അപ്പോൾ ഒരു മോളിക്യൂളിൽ എത്ര ആറ്റം ഉണ്ടെന്ന് ആദ്യം നോക്കേണ്ടി വരും. കാരണം നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫൈൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ് ആണ്. സോ ഫസ്റ്റ് തിങ് യു വിൽ ഫൈൻഡ് ഇസ് 1 molecule of ammonia contains how many atoms? ഇത് ഒരു നൈട്രോജൻ 3 ഹൈഡ്രോജൻ. സോ കണ്ടെയ്ൻസ് 1 + 3 = 4 ആറ്റം. ഒരു മോളിക്യൂൾ ഓഫ് അമോണിയയിൽ 4 ആറ്റംസ് ആണ്. ഇനി നമുക്ക് ആദ്യം കാണണം 3 മോൾ അമോണിയയിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന്. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം. മോളിക്യൂൾ 1 മോൾ ആവുമ്പോൾ 6.022 × 10⁻23. അപ്പോൾ 3 moles ആവുമ്പോൾ 3 × 6.022 × 10⁻23. That will be equal to 18.066 × 10⁻23. ഇത്രയും മോളിക്യൂൾസ് ആയി. ദിസ് മെനി മോളിക്യൂൾസ്. കാരണം മോളിക്യൂളിൻ്റെ താഴെ പറയുമ്പോൾ ഇത്രയും മോളിക്യൂളായി. ഇനി അതിൽ എത്ര ആറ്റം ഉണ്ടെന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് മോളിക്യൂളും ആറ്റമിൻ്റെയും റിലേഷൻ എടുക്കാം. മോളിക്യൂൾ ആറ്റം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? 1 molecule of ammonia contains 4 atoms. അപ്പോൾ ഒരു മോളിക്യൂളിൽ 4 ആറ്റമാണുള്ളത്. അപ്പോൾ 18.066 × 10⁻23 എത്ര ആറ്റംസ് ഉണ്ടാവും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ. എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കൂ. x is equal to 4 × 18.066 × 10⁻23 upon 1.
നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 18.066 into 4. 4 6 are 24, 2 carry, 4 6 are 24 plus 2 26, 0 plus 2 2, 4 8 are 32 and 4 72. ഡെസിമലിന് ശേഷം 3 നമ്പർ, അതുകൊണ്ട് 1 2 3. അപ്പോൾ 72.264. So number of atoms equal to 72.264. അപ്പോൾ 3 മോളാണ്. 3 72 into 10⁻23. ഇത്രയധികം ആറ്റംസ് ഉണ്ട്. 72.264 into 10⁻23 ആറ്റംസ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാമോ? 4 moles of carbon dioxide. ഓക്കെ, സോ ദാറ്റ്സ് ദി ഹോംവർക്ക്. ഇനി നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ ഞാൻ കുറച്ച് മോഡിഫൈ ചെയ്യാം ഇനി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നമ്മൾ നേരത്തെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെല്ലാം മോൾസിൽ എടുക്കണമെന്ന് മാത്രം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 2 moles ഓഫ് ഹൈഡ്രോജൻ. ഇതിപ്പോൾ 2 വിധത്തിൽ ചെയ്യാം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ചോദിച്ചാൽ നമുക്ക് ഒന്നിക്ക് ഇങ്ങനെ ഡയറക്റ്റ് എഴുതാം. 1 molecule ഓഫ് ഹൈഡ്രോജൻ എത്ര ഇലക്ട്രോൺസ് ആണ്? നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഓർമ്മയില്ലേ? ഹൈഡ്രോജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ 2 ഹൈഡ്രോജൻ ഇട്ടു. അപ്പോൾ 2 into 1 2 ഇലക്ട്രോൺസ്. One hydrogen atom contains approximately 2 electrons. അപ്പോൾ 1 mole hydrogen atom, അഥവാ 1 mole hydrogen molecule, 1 mole hydrogen molecule എത്ര ആറ്റം ഉണ്ടാവണം? 2 mole electrons ഉണ്ടാവണം. 2 mole electrons. കാരണം മനസ്സിലാവുണ്ടോ? കാരണം 1 molecule 2 electron. അപ്പോൾ 1 mole ആണെങ്കിൽ 2 mole. ഓക്കെ, ഇവിടെ ഈ എഴുതേണ്ട 2 mole ഇലക്ട്രോൺസ് ആണ്. സോ 1 mole ഹൈഡ്രോജനിൽ 2 mole ഇലക്ട്രോൺസ് ആണ്. അഥവാ നമുക്ക് നമ്പറിൽ വേണമെങ്കിൽ മോൾ ഇലക്ട്രോൺസ് 1 മോളിൽ. ഓക്കെ, 1 മോളിൽ നമുക്ക് ആദ്യം മോളിക്യൂൾസ് കാണാം. അതായിരിക്കും എളുപ്പം. 1 മോളിൽ നമുക്ക് ആദ്യം മോളിക്യൂൾസ് കാണാം. 1 മോൾ എന്ന് വെച്ചാൽ 6.022 into 10⁻23 മോളിക്യൂൾസ് ആണ്. അപ്പോൾ 2 മോൾ എന്ന് വെച്ചാൽ 2 into 6. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാം 12.044 into 10⁻23 മോളിക്യൂൾസായി. ഒരു മോളിക്യൂൾ 2 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇനി നമുക്ക് മോളിക്യൂളും ഇലക്ട്രോണിൻ്റെ ഇക്വേഷൻ എടുക്കാം. മോളിക്യൂൾ ഇലക്ട്രോൺ, ഒരു മോളിക്യൂളിൽ 2 ഇലക്ട്രോൺ. അപ്പോൾ 12.044 into 10⁻23 മോളിക്യൂൾസിൽ ഇറ്റ് വിൽ ബി 2 into, അറിയില്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ എക്സ് ഇസ് ഈക്വൽ ടു 2 into 12.044 into 10⁻23 upon 1. That means it will be 24.088 into 88 into 10⁻23 electrons. മനസ്സിലാവുണ്ടല്ലോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി റീവൈൻഡ് അടിച്ച് നോക്കിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് 3 moles ഓഫ് അമോണിയ. അപ്പം നമുക്ക് ആദ്യം എടുക്കേണ്ടത് 1 molecule ഓഫ് അമോണിയ contains how many electrons? 1 molecule of ammonia. ഇതൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചാണ്. ഒരു നൈട്രോജനിൽ നമുക്കറിയാം 7 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഹൈഡ്രോജനിൽ ഓരോരെണ്ണം. സോ 3 ആവുമ്പോൾ 3 into 1. So that is 7 plus 3 equal to 10 electrons. അപ്പോൾ ഒരു മോളിക്യൂളിൽ 10 ഇലക്ട്രോൺസ് ആണ്. ഇവിടെ 3 moles ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം മോൾ മോളിക്യൂൾ ഇക്വേഷൻ എടുത്തോളൂ. മോൾ മോളിക്യൂൾ
1 mole എത്ര മോളിക്യൂളാണ് 6.022 ഇൻറ്റു 10 raised to 23 മോളിക്യൂൾസ് ആണ്. അപ്പോൾ 3 മോൾസ് എന്ന് പറയുമ്പോൾ 3 into 6.022 into 10 raised to 23. So that is equal to 18.066 into 10 raised to 23 molecules. ഇത്ര മോളിക്യൂൾസ് ആയി. ഇനി നമുക്കതിൽ ഇലക്ട്രോൺ കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മോളിക്യൂളും ഇലക്ട്രോണിൻ്റെ ഇക്വേഷൻ എടുക്കണം. മോളിക്യൂൾ ആൻഡ് ഇലക്ട്രോണിൻ്റെ ഇക്വേഷൻ എടുക്കുക. ദാറ്റ് ഈസ് മോളിക്യൂൾ ഇലക്ട്രോൺസ്. ഒരു മോളിക്യൂളിൽ എത്ര ഇലക്ട്രോണാണ് നമ്മൾ കണ്ടത്? 10 ഇലക്ട്രോൺ. അപ്പോൾ 18.066 ഇൻറ്റു 10 raised to 23 മോളിക്യൂളിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോളൂ. 10 into 18.066 into 10 raised to 23 upon 1. So x is equal to 10 into 18.066 into 10 raised to 23 upon 1. That is, multiply ചെയ്തോളൂ. 18.066 into 10. മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്കറിയാം. ഡെസിമലിൻ്റെ മാത്രമേ എനിക്ക് കൺസേൺ ഉള്ളൂ. അപ്പോൾ പോയിന്റിന് ശേഷം 3 നമ്പർ. അപ്പോൾ ഇവിടെയും 1 2 3. അപ്പോൾ എത്ര ഇലക്ട്രോൺ ആയി? 180.660 into 10 raised to 23 ഇലക്ട്രോൺസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ തേർഡ് വൺ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു തരാൻ ബാക്കിയുള്ളത്, എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെ വരണം എന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ഈ 3 മോൾ അമോണിയയിൽ എത്ര മോൾ ഇലക്ട്രോൺ എന്ന് വരും. എത്ര മോൾ ഇലക്ട്രോൺ എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. എങ്ങനെ ആൻസർ ചെയ്യണം? അതിങ്ങനെ അത് എളുപ്പമാണ്. കാരണം അതിൽ നമുക്ക് ഇത്ര എഴുതാനുള്ളൂ. ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. 3 moles ഓഫ് അമോണിയ. അപ്പം നമ്മൾ പറയും 1 molecule അമോണിയ കണ്ടെയ്ൻസ് നമുക്കറിയാലോ 7 plus 3 into 1 that is equal to 10 electrons. 1 molecule 10 electrons ആണ്. ഇവിടെ 3 moles of ammonia ചോദിച്ചിട്ടുണ്ട്. 3 moles of ammonia. അപ്പോൾ എത്ര മോൾ ഇലക്ട്രോൺ? അത് ഡയറക്റ്റ് എഴുതാം. 3 moles of ammonia. 1 molecule 1 mole molecule ആണ് ഉണ്ടാവുക. 1 mole molecule എന്ന് പറയുമ്പോൾ 6.022 into 10 raised to 23 molecules ആണ്. പക്ഷെ മോളായിട്ടും നമുക്ക് പറയാം 1 mole molecule. 1 mole ammonia is 1 mole molecule. അപ്പോൾ 3 mole ammonia is equal to 3 mole ammonia molecules. മോൾസിൽ എഴുതാം. എപ്പോഴും നമുക്ക് ഈ നമ്പർ വരണമെന്നില്ല. ഓക്കെ, 3 mole അമോണിയ മോളിക്യൂൾസ്. അപ്പോൾ ഒരു മോളിക്യൂളിൽ 10 ഇലക്ട്രോൺ ആണെങ്കിൽ 3 mole അമോണിയ മോളിക്യൂൾസിൽ 3 into 10 mole ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവും. 3 into 10 mole. കാരണം ഒരു മോളിക്യൂളിൽ 10 ഇലക്ട്രോൺ ആണ്. ഇവിടെ ഉള്ളത് 3 mole മോളിക്യൂളാണ്. 3 mole മോളിക്യൂളിൽ 3 into 10 mole ഇലക്ട്രോൺസ് ആണ്. മനസ്സിലാവുണ്ടോ? നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് വൺ ഒന്നും കൂടി സോൾവ് ചെയ്യാം. 2 moles ഓഫ് ഹൈഡ്രോജൻ്റെ, അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് വൺ സോൾവ് ചെയ്യാം. അത് കുറച്ചും കൂടി വലിയ നമ്പറാണ്. ഇവിടെ 1 molecule ഓഫ് കാർബൺ ഡയോക്സൈഡ് എത്ര ഇലക്ട്രോൺ ആവും? കാർബണിൽ 6, ഓക്സിജനിൽ 8 into 2, 6 plus 16. Okay, so 22 electrons.
22 ഇലക്ട്രോൺസ് ആണ് ഒരു മോളിക്യൂൾ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 4 മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. 4 മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ 4 മോൾ മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ്. മോളിക്യൂളിൽ കൗണ്ട് ചെയ്യുമ്പോൾ 4 മോൾസ് ഇസ് 4 മോൾ മോളിക്യൂൾ ഓഫ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഒരു മോളിക്യൂളിൽ 22 ഇലക്ട്രോൺസ് ആണെങ്കിൽ 4 മോളിൽ 4 ഇൻറ്റു 22 മോൾ electrons, that is 88 mole electron. മനസ്സിലുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്പറിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ 88 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഓക്കെ, കുറച്ച് പണിയുണ്ട്, ചെയ്തോളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.